അതിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടി പിടിച്ച് പോകും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഒട്ടും ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ആവിയിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ട് ഒട്ടും തന്നെ നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടിക്കോളും. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആണത് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവിടെ ഈ മസാലപ്പൊടികളും ഉപ്പും എല്ലാം നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിലേക്ക് നന്നായി പിടിച്ച് കിട്ടാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ തൈര് സാദം, അതേപോലെ തക്കാളിച്ചോറ്, പുളിസാദം, കോക്കനട്ട് റൈസ്, തേങ്ങാ സാദം, അങ്ങനെ എല്ലാത്തിനെയും കൂടി നമ്മൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ. അങ്ങനെ നമ്മളെല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ഇതാണ് കൊടുത്തു വിടുന്നത്. തൈര് സാദവും ഈ പൊട്ടാറ്റോ ഫ്രൈയാണ് മക്കൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ലഞ്ചിനായി കൊടുത്തു വിടുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം തൈര് സാദം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തമിഴ്നാട്ടിലാണ് നമ്മൾ ഈ തൈര് സാദം, പുളിസാദം, തേങ്ങായ് സാദം എന്താ പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾ സാദാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ. ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അവസാനം 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ മുകളിലൊന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിതാ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടേതാ പൊട്ടാറ്റോ ഫ്രൈ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കായാലും നമ്മൾക്കായാലും ഓഫീസിലേക്കായാലും ആർക്ക് വേണമെങ്കിലും ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.